ഹലോ, ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്കൂളും ഓഫീസൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. രാവിലെ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം കിച്ചണിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ലഞ്ചിൽ കൊടുക്കുന്നത് പാൻ കേക്കാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻ കേക്ക്. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ കുട്ടികൾക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് വെനില എസൻസും ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. പൊടിയൊക്കെ ചേർത്ത് അരക്കുമ്പോൾ ആ പഴം ശരിക്ക് ഇതായിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ജസ്റ്റ് ആ പഴവും ഇത് ഒന്ന് ആദ്യം അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നോർമലി മൈദ വെച്ചിട്ട് ചെയ്യും, പക്ഷേ ഞാനിന്നൊരു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുട്ടിക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 3/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3/4 കപ്പ് പാലും ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാം. മുൻപ് ഞാനിതുപോലെ ഓട്സ് വെച്ചിട്ടുള്ള റെസിപ്പി പാൻ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുക്കാം. അങ്ങനെ ഇതാ ഈ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ചെറുതായിട്ടൊന്ന് ആറി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം തിരിച്ചിട്ടെടുത്ത് അങ്ങനെ ആ സൈഡുമായപ്പോൾ ഞാൻ പിന്നെ അത് പാനിൽ നിന്നും മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഞാൻ കരുതി അങ്ങനെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി കുട്ടികളുടെ ലഞ്ചൊന്ന് പാക്ക് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പാൻ കേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ തേനാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. അതല്ല ന്യൂട്ടെല്ല ആണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക് ഏതാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ നോർമലി ഡേറ്റ് സിറപ്പ് അങ്ങനെയാണ് ഒഴിച്ച് കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഡേറ്റ് സിറപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ തേനാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഇന്ന് പിയറാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൽമണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം കുട്ടികൾ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ ലഞ്ചെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും ഈ പാൻ കേക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും കഴിക്കാമെന്ന് കരുതി. ഞങ്ങളും ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് റിങ്സ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പാല് ചൂടാക്കിയിട്ട് അത് അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ച് അവർ നമ്മൾ ബസ് ഇതാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പിലേക്ക് നടന്നു. അങ്ങനെ ബസ്സൊക്കെ വന്ന് കുട്ടികൾ പോയതിന് ശേഷം പിന്നെ ഞാനും ഹസ്ബൻഡും കുറച്ച് നടക്കാൻ വേണ്ടി നിന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നടന്ന്, അപ്പോൾ നല്ല ഒരു വ്യൂ ആയിരുന്നു. ചെറിയൊരു മഴക്കാറ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് മഴയൊക്കെ പെയ്യും, പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നടത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വന്നു. പിന്നെ ഒന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഹസ്ബൻഡ് വേഗം കുളിക്കാൻ പോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ നമ്മുടെ ആ പഴവും പുഴുങ്ങിയെടുത്തു, ചായ ഉണ്ടാക്കി, മുട്ടയൊക്കെ റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി. പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകാൻ നിന്നു. അങ്ങനെ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കരുതി ബാൽക്കണിയിൽ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടിച്ചു വാരിയെടുക്കാം. അപ്പോൾ ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസമാണ് അവിടെ ഒക്കെ ഒന്ന് നല്ല വെള്ളം ഒഴിച്ചിട്ടൊക്കെ കഴുകുക. അല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ അടിച്ചു വാരിയെടുക്കും.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കയറി. പിന്നെ ഇന്ന് ലഞ്ചിന് ഞാൻ സിമ്പിളായിട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അരിയും കഴുകി വെള്ളം ഊരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാവരും അടിച്ചു വാരി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ നൈബറിൻ്റെ റൂമിലൊക്കെ പോയി. അവിടുന്ന് തിരിച്ച് വന്ന് ഞാൻ വേഗം നിസ്കരിച്ച്. പിന്നെ അതിന് ശേഷം ഹസ്ബൻഡ് വരുന്നതിൻ്റെ ഒരു കുറച്ച് സമയം മുൻപ് ഞാൻ ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ കരുതിയതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കുക. അതുപോലെ വലിയ ജീരകമുണ്ടല്ലോ അതും പൊട്ടിച്ച്, പിന്നെ ഒരു പട്ട, ഗ്രാമ്പു, ഒരു ഏലക്ക, പിന്നെ ഒരു ബേ ലീഫ് അതും നല്ലപോലെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഞാനിപ്പോൾ ഇവിടെ എടുത്ത അളവ് ഒരു സവാള, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല പോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 2 തക്കാളിയാണ്, പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ കരുതി എൻ്റെ കയ്യിൽ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടായിരുന്നു, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇതിൻ്റെ ഈ തക്കാളിയുടെയും ആ പേസ്റ്റിൻ്റെ എല്ലാം പച്ചച്ചവ പോകുന്നത് വരെ നല്ല പോലെ വഴറ്റി കൊടുക്കണം. ഞാനിത് എൻ്റെ രീതിയിലുള്ളൊരു ടൊമാറ്റോ റൈസാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബിരിയാണി സ്റ്റൈലിലുള്ള ടൊമാറ്റോ റൈസ് എന്ന് തന്നെ പറയാം. അപ്പോൾ നല്ലപോലെ ആ പൊടികളുടെ പച്ചച്ചുവ മാറുന്നവരെ ഒന്നും കൂടി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് അളവ് എന്നുള്ളതിൽ വെള്ളം എടുത്തിട്ട് അത് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, കെറ്റിൽ വെച്ചിട്ട് ചൂടാക്കി. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇത് നമ്മൾ പൊന്നി റൈസിലും ചെയ്യും. അപ്പോൾ മുൻപ് ഇത് നമ്മളൊരു ടൊമാറ്റോ റൈസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പൊന്നി റൈസ് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിനിതാ അരിയൊക്കെ ഇട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ചൊന്ന് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഞാൻ ബിരിയാണി സ്റ്റൈലിലുള്ള ടൊമാറ്റോ റൈസ് എന്ന് പറയാൻ കാരണം ഞാനിവിടെ കൈമ റൈസും അതിൻ്റെ കൂടെ ഗീ ഒക്കെ ഒഴിച്ച് പിന്നെ ഹോൾ സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതൊക്കെ കൊണ്ടാണ് ഞാൻ ഒരു ബിരിയാണി സ്റ്റൈലിലുള്ള ടൊമാറ്റോ റൈസ് എന്ന് ഉദ്ദേശിച്ചത്. ഇനി നമുക്കിത് കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 2 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ എൻ്റെ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയം ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈഡായിട്ട് കഴിക്കാൻ എന്നോട് പറഞ്ഞു ടൊമാറ്റോ റൈസിൻ്റെ കൂടെ 2 ഓംലേറ്റ് ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓംലേറ്റിനുള്ള സവാളയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഞാൻ പപ്പടവും അച്ചാറും പിന്നെ നമ്മുടെ റൈത്തയും എടുക്കാമെന്നായിരുന്നു കരുതി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു ഓംലേറ്റും ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വേഗം ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. അപ്പോഴേക്കും കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ റൈസും എല്ലാം നല്ലപോലെ കുക്കായിട്ട് അടിപൊളി നല്ല മണം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇത് കഴിക്കുമ്പോൾ. ഇതാ ഞാൻ എല്ലാം നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ എല്ലാം ടേബിളിലേക്ക് കൊണ്ടുവച്ച് ഞാനും ഹസ്ബൻഡും ലഞ്ച് കഴിക്കാൻ നിന്നു. ഇത് നമ്മുടെ നല്ല ചൂടുള്ള ടൊമാറ്റോ റൈസ് പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട്. പിന്നെ സൈഡായിട്ട് നമ്മുടെ റൈത്ത, പിന്നെ ഒരു ഇത്തിരി അച്ചാറും ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം ഫ്രൈ ചെയ്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓംലേറ്റും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞാനും ഹസ്ബൻഡും നല്ലപോലെ ലഞ്ചൊക്കെ കഴിച്ചു.
അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് തിരിച്ച് ഓഫീസിലേക്ക് പോയി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന് അങ്ങനെ അവരെ കുളിയും ഒക്കെ കഴിഞ്ഞ് അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. പിന്നെ മോന് മദ്രസ ഉണ്ടായിരുന്നു, അപ്പോൾ മോന് മദ്രസക്ക് വേണ്ടിയിട്ടിരുന്നു. പിന്നെ ഇതിന് ശേഷം ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിൽ കാണിച്ച പാൻ കേക്കിൻ്റെ റെസിപ്പിയും ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.